നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രജിസ്ട്രേഷൻ എന്താണെന്ന് നോക്കിയായിരുന്നു. ഇനി അടുത്ത നമുക്ക് യൂസർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ലോഗിൻ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം ടെംപ്ലേറ്റിനകത്ത്. എന്നിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ബേസ് HTML എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം നമ്മളൊരു ബോഡി ബ്ലോക്കിനകത്ത് നമ്മൾ സാധാ ഒരു ലോഗിൻ ഫോം ഉണ്ടാക്കുകയാണ്. അതിനകത്ത് നമ്മൾ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡും ഉണ്ട്. ഓക്കെ, സോ യൂസർ നെയിം പാസ്വേഡ് ആണ് നമ്മളിവിടെ ഈ ഫോം ടാഗിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് ആണ് ബട്ടൺ വെക്കുന്നുണ്ട്, ലോഗിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോമിനകത്ത് നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ആപ്പ് യൂസർ അണ്ടർസ്കോർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കും. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം നേരെ യൂസർ ലോഗിനിലേക്ക് ആയിരിക്കും കയറുന്നത്. ഇതായിരിക്കും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഈ ആക്ഷൻ, ഫോം ആക്ഷൻ. ഇനി അടുത്ത നമ്മൾ കൂടുതലും നമ്മൾ കോഡിങ്ങിൽ നോക്കുന്നത് വ്യൂസിനകത്തായിരിക്കും, വ്യൂസ് പൈ ഫയലിനകത്തായിരിക്കും. ഓക്കെ, ആ വ്യൂസ് പൈ ഫയലിനകത്തായിരിക്കും നമ്മൾ ഈ ലോഗിൻ ലോഗ് ഔട്ടിന്റെ കോഡിംഗ് ഒക്കെ ചെയ്യുന്നത്. സോ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് വ്യൂസ് ഡോട്ട് പൈ ഫയലിനകത്ത് ഞാൻ 4 മൊഡ്യൂൾസ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തത്. ഒന്ന് നമുക്ക് URLs റിവേഴ്സ് എന്ന് പറഞ്ഞ ഇമ്പോർട്ട് ചെയ്യും. അതായത് നമ്മളിപ്പോ ലോഗിൻ ചെയ്യുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ഏത് HTML-ലോട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്, അത് നമ്മൾ ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കും. പിന്നെ ഡെക്കറേറ്റേഴ്സ്, ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ജാങ്കോന്റെ ഒരു ഇൻബിൽഡ് മെത്തേഡാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്, കാരണം നമ്മൾ ലോഗിൻ റിക്വയർഡ് എന്ന് കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് കോഡ് വഴി നോക്കാം. ഇനി അടുത്തത് നമുക്ക് HTTP-യിൽ നമ്മൾ HTTP റെസ്പോൺസ് റീഡയറക്റ്റ് ഉണ്ട്, പിന്നെ HTTP റെസ്പോൺസ് ഉണ്ട്. സോ HTTP റെസ്പോൺസ് നിങ്ങൾ അറിയായിരിക്കും, കാരണം നമ്മൾ ഫസ്റ്റ് ബേസിക് ചെയ്ത സമയത്ത് HTTP റെസ്പോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ HTTP റെസ്പോൺസ് റീഡയറക്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതും കൂടെ നോക്കാം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഓതന്റിക്കേഷനകത്ത് നമ്മൾ ഓതന്റിക്കേറ്റ് വിളിക്കും, ലോഗിൻ ഉണ്ട്, ലോഗ് ഔട്ട് ഉണ്ട്. ഓക്കെ, സോ ഈ 3 മൊഡ്യൂള് നമ്മൾ ഓതന്റിക്കേഷനിൽ വിളിക്കും. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതുക, അതാണ് യൂസർ അണ്ടർസ്കോർ ലോഗിൻ. ഓക്കെ, സോ ലോഗിൻ HTML ഫയലിനകത്ത് നമ്മുടെ ഇവിടെ ആക്ഷൻ ഉണ്ടോ, യൂസർ അണ്ടർസ്കോർ ലോഗിൻ. സോ ആ യൂസർ അണ്ടർസ്കോർ ലോഗിന്റെ ഫംഗ്ഷനിലായിരിക്കും നമ്മൾ ഇനി അതിനകത്ത് നമ്മൾ ലോജിക്ക് കൂടുതലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് പോസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ബട്ടണിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇതിന്റെ അകത്ത് കയറും. ഇതിന്റെ അകത്ത് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നമ്മളൊരു 2 വേരിയബിൾ ഉണ്ട്, അതെടുത്ത് ഇവിടെ സെറ്റ് ചെയ്യും. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഗെറ്റ് മെത്തേഡ് വെച്ച് എടുക്കും. ഓക്കെ, ഈ ഗെറ്റ് വെച്ചിട്ട് നമ്മൾ 2 വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഒരു യൂസർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്തോട്ട് ഇതിനെ പിടിച്ചങ്ങ് ഓതന്റിക്കേറ്റ് ചെയ്യും. അതായത് നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ പാസ് ചെയ്യും ഓതന്റിക്കേറ്റിനകത്ത്. എന്നിട്ട് ഈ യൂസർ വാലിഡ് ആണെന്ന് നോക്കും. ഓക്കെ, ഈ ഓതന്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂളിയൻ ആയിരിക്കാം. അപ്പൊ ഈ യൂസർ ആണെങ്കിൽ, ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ, അടുത്ത നമ്മൾ നോക്കുന്നത് യൂസർ ആക്റ്റീവ് ആണോ എന്ന് നോക്കും. ഓക്കെ, സോ യൂസർ ആക്റ്റീവ് ആണെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ വിളിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലോഗിൻ ലോഗൌട്ട് നമ്മൾ മെത്തേഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ശേഷം നമ്മൾ ഫംഗ്ഷനിൽ ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കരുത്, കാരണം നെയിം തമ്മിൽ മിസ്മാച്ച് ആയി പോകും. സോ യൂസർ അണ്ടർസ്കോർ ലോഗിൻ തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ലോഗിൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ലോഗിനകത്ത് നമ്മൾ റിക്വസ്റ്റ് പാസ് ചെയ്യും, പിന്നെ അതുപോലെ യൂസറും കൂടെ പാസ് ചെയ്യും. എന്നിട്ട് HTTP റെസ്പോൺസ് റീഡയറക്റ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ഇൻഡെക്സ്, അതായത് യൂസർ ആക്റ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് നേരെ ഇൻഡെക്സ് പേജിലോട്ടായിരിക്കും റീഡയറക്ട് ചെയ്യുന്നത്. ഇപ്പൊ യൂസർ ആക്റ്റീവ് അല്ലെങ്കിൽ തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് അറിയും, യുവർ അക്കൗണ്ട് ഈസ് ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, എന്തെങ്കിലും ഒരു മെസ്സേജ് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ യൂസർ ഒതന്റിക്കേറ്റഡ് ആണെങ്കിൽ ഈ കണ്ടീഷൻ കയറും. യൂസർ ഒതന്റിക്കേറ്റഡ് അല്ലെങ്കിൽ ലോഗിൻ ഫീൽഡ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത് റിട്ടേൺ ഇൻവാലിഡ് ലോഗിൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് എൽസ് കണ്ടീഷനിനകത്ത് പോകും. അതായത് യൂസർ ഓതന്റിക്കേറ്റഡ് അല്ലെങ്കിൽ. ഓക്കെ, ഈ റിക്വസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ആണെങ്കിൽ
ഈ കണ്ടീഷൻ കയറും. റിക്വസ്റ്റ് ഡോട്ട് മെത്തഡ് പോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ലോഗിൻ പേജിലേക്ക് വരും. ഓക്കെ, ലോഗിൻ ഡോട്ട് HTML ഫയലിലോട്ട് പാസ് ചെയ്യും. സോ ഇതൊരു ലോഗിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, നമ്മൾ യൂസർ ലോഗിൻ. ഇനി അടുത്ത ലോഗ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷന് നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, ലോഗ് ഔട്ടിന് പുതിയ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ലോഗ് ഔട്ട്, നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടൊന്നും ലോഗ് ഔട്ടിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ലോഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ജാങ്കോന്റെ ഇൻബിൽഡ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ലോഗ് ഔട്ടിനകത്ത് നമുക്ക് റിക്വസ്റ്റ് പാസ് ചെയ്യാം. അതുപോലെ റീഡയറക്ട് ചെയ്യും നേരെ ഇൻഡെക്സ് ഡോട്ട് എച്ച്, അതായത് നമ്മൾ ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ഇൻഡെക്സ് പേജിലോട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് HTTP റെസ്പോൺസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ തൊട്ട് മേളിൽ, അതായത് ഈ ഫംഗ്ഷന്റെ തൊട്ട് മേളിൽ നമ്മൾ ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞ ഡെക്കറേറ്റർ കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമ്മള് പേജിനകത്ത് കയറുമ്പോൾ ലോഗിൻ ആണോ ലോഗ് ഔട്ട് ആണോ എന്ന് ചിലപ്പോൾ അതിനകത്ത് കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ ലോഗ് ഔട്ട് എപ്പോഴാണ് വേണ്ടെന്ന് പറഞ്ഞാൽ ലോഗിൻ റിക്വയർഡ്, അതായത് ലോഗിൻ റിക്വയർഡ് മാത്രമേ ഈ ലോഗ് ഔട്ടിന്റെ സംഭവം കാണിക്കാവുള്ളൂ. ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്തതിനു ശേഷം മാത്രമേ ഈ ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷൻ വിളിക്കാവൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇത്രയും ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ URLs. ഓക്കെ, നമുക്ക് URLs ഡോട്ട് പൈ എന്ന് പറഞ്ഞ ഫസ്റ്റ് പ്രോജക്റ്റിന്റെ URLs പൈനകത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോഗ് ഔട്ടിന്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, യൂസർ അണ്ടർസ്കോർ ലോഗ് ഔട്ട് എന്ന് പാത്ത് കൊടുത്തിട്ട് വ്യൂസിനകത്തുള്ള യൂസർ ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷനെ വിളിക്കുക. ഓക്കെ, നെയിം നമ്മൾ ഈക്വൽ ടു ലോഗ് ഔട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ നമ്മൾ ഫസ്റ്റ് ആപ്പിന്റെ URLs പോവാണെങ്കിൽ, അതായത് ഈ ഇൻക്ലൂഡ് ഫസ്റ്റ് ആപ്പ് ഡോട്ട് URLsനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. യൂസർ ലോഗിൻ പേജ് നമ്മളിവിടെ പാത്ത് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, സോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് ബേസ് HTML-നകത്ത് കയറുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് ഈ നാവിഗേഷൻ ബാർ കാണും. അതിന്റെ തൊട്ട് താഴെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കും. അതായത് യൂസർ ഒതന്റിക്കേറ്റഡ് ആണെങ്കിൽ അതിന് നമ്മളൊരു മെനു കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, മെനു നമ്മൾ യൂസർ ഒതന്റിക്കേറ്റഡ് ആണെങ്കിൽ നമ്മൾ ലോഗ് ഔട്ടിന്റെ ലിങ്ക് എടുത്ത് വെക്കും. ഓക്കെ, ഇവിടെ നമ്മളൊരു ആങ്കർ ലിങ്കിനകത്ത് നമ്മൾ ലോഗ് ഔട്ട്, URL ലോഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ലോഗ് ഔട്ടിന്റെ ഫംഗ്ഷൻ ആണ്. അതായത് ഈ ലോഗ് ഔട്ട്, സോ ഈ നെയിം ഈക്വൽ ടു ലോഡ്, ഈ ലോഗ് ഔട്ടിനെ ആയിരിക്കും വിളിക്കുന്നത് URL ലോഗ് ഔട്ട്. ഇവിടെ ലോഗ് ഔട്ടിന്റെ ടെക്സ്റ്റ്. അല്ലെങ്കിൽ എൽസ് കണ്ടീഷനിലാണെങ്കിൽ യൂസർ ഒതന്റിക്കേറ്റഡ് അല്ലെങ്കിൽ നേരെ ലോഗിൻ ആയിരിക്കും വരുന്നത്. ഇതിന്റെ നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആപ്പ് യൂസർ അണ്ടർസ്കോർ ലോഗിൻ. ഓക്കെ, സോ നമ്മൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ ലോഗിന്റെ വ്യൂ എടുത്തായിട്ടായിരിക്കും കാണിക്കുന്നത്. വ്യൂസിന്റെ ഈ യൂസർ ലോഗിന്റെ വ്യൂ എടുത്തായിരിക്കും അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഇതിനെ നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും. ഇവിടെ രജിസ്റ്റർ തൊട്ട് സൈഡിൽ നമുക്ക് ലോഗിൻ ആണ് വന്നിരിക്കുന്നത്. സോ ലോഗിൻ നമുക്ക് കൊടുക്കാം. സോ ഓൾറെഡി യൂസർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇതിനകത്ത് ലോഗിൻ ചെയ്യാം. നമുക്ക് ഒന്നും കൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പോ sam@abc.com ചുമ്മാ ഒരു 1 2 3 4 5 6 7 ഇത് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല, നമ്മളിപ്പോ തൽക്കാലം ആഡ് ചെയ്യാം. ഇനി നമുക്ക് പ്രൊഫൈൽ പിക്ചർ ഒന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓപ്പൺ കൊടുക്കുക, സാം കൊടുക്കുക, രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ സാം രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്മിനകത്ത് കയറി നോക്കിയാല് അവിടെ ഈ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത യൂസർ ഉണ്ടോ എന്ന് നോക്കാം. യൂസർ ഓക്കെ സാം ഉണ്ട്, സാം ഒക്കെ ഉണ്ട്.
യൂസർ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. സാം 34567 ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയി. ഇവിടെ കണ്ടോ ലോഗ് ഔട്ട് ആയി. സോ ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ ലോഗ് ഔട്ട് ആയി. ലോഗ് ഔട്ട് ആകുമ്പോൾ ടെക്സ്റ്റ് മാറി ലോഗിനിലായി. സോ ലോഗിൻ പേജിലോട്ട് തിരിച്ചു വന്നു. സോ ഇതാണ് നമുക്ക് ലോഗിൻ ലോഗ് ഔട്ടിന്റെ യൂസറിന്റെ ഒരു മെത്തേഡ്. ഓക്കെ, സോ ഇത് കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.